നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഞാൻ ഇനി അശ്വതിയെ വിളിക്കും, കാണും എന്ന അഹങ്കാരല്ലേ ഈ മുഖത്ത് കാണുന്നേ? അല്ലേ അമ്മ പറ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെയാ. ആ അശ്വതിയുടെ കാര്യം വരുമ്പോ ആർക്കും ഒരു മിണ്ടാട്ടൂല. എല്ലാവരും അവളുടെ സൈഡാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എന്റെ വിധി. അനുഭവിക്കാന്ന്. ഐശ്വര്യ, വെറുതെ കരയില്ലേ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാനിത് എങ്ങനെ സഹിക്കും? അമ്മേ, ഐശ്വര്യ പോട്ടെ, കണ്ണു തുടക്കി. അരുൺ ജയിച്ചു എന്ന് കരുതണ്ട. അടുത്ത പണി ഞാൻ തരുന്നുണ്ട്. ചെല്ല്, മുകളിലേക്ക് ചെല്ല്, കുറച്ചു നേരം വിശ്രമിക്ക. ഇല്ല അമൃതേടത്തി, എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല. എന്റെ വയറ്റില് ഒരു കുഞ്ഞുള്ളതാ. അതാ വിശ്രമിക്കാൻ പറഞ്ഞത്. ഇല്ല അമൃതേടത്തി, എനിക്കും ഇളമയില് കൊള്ളണം. എന്നാലേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാകൂ, സുഖപ്രസവം നടക്കൂ. അതൊക്കെ ശരിയാ. അപ്പോ പുറത്ത് നടക്കാൻ പോവാ ഞാൻ. അതൊക്കെ നല്ല കാര്യം തന്നെയാ. അമ്മേ, ഞാൻ പറഞ്ഞ കേക്കില്ല. അമ്മ അരുണിനോട് പറ എന്നോടൊപ്പം പുറത്ത് നടക്കാൻ വരാൻ. അമ്മ, അഖിയും ശ്യാമയും ഒരുമിച്ച് ഈവനിംഗ് വാക്കിന് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോ എനിക്കും എന്റെ ഭർത്താവിനൊപ്പം തന്നെ നടക്കാൻ പോണം. പറയമ്മേ, എന്നോടൊപ്പം വരാൻ പറയമ്മേ. അരുൺ, അതമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ആ സ്ഥലം എനിക്കറിയാം. അശ്വതിയുടെ അടുത്തേക്കല്ലേ? അത് ഞാൻ വിടില്ല. അരുൺ, നമുക്ക് പോവാം. ഐശ്വര്യ, നീ കൈവിട്ടെ. അരുൺ, എന്താ ഇത്? എന്റെ ദേഷ്യം എല്ലാം പോയി. ഞാനിങ്ങനെയാ. സത്യത്തെ ഞാനൊരു പഞ്ചപാവാ. ദേഷ്യം വന്ന കരയും ബഹളം വെക്കും. ആ നിമിഷം തന്നെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങും. അത്രയ്ക്ക് ശുദ്ധ മനസ്സ് എന്റേത്. എന്തായാലും രണ്ടാളും കൂടി ഒന്ന് നടന്നിട്ടോ, ഒരു ചേഞ്ചും ആവുമല്ലോ. അമ്മേ, അത് ഞാൻ... അരുണെ, തർക്കിക്കാൻ നിൽക്കണ്ട, ചെല്ല്. ഐശ്വര്യോടൊപ്പം ചെന്നേ അമ്മ പറയുന്നൊന്ന് കേക്ക്. അരുൺ, ഇപ്പൊ നീ ഐശ്വര്യ വിഷമിപ്പിച്ചു. ഇല്ലാന്ന് പറയരുത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഐശ്വര്യോടൊപ്പം ചെന്നേ. ചെല്ലരുൺ. വാ അരുൺ, വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.